ഹായ് വെൽക്കം ബാക്ക് ടു അബിസുഷൻ. നമ്മുടെ വാട്സപ്പില് നിരവധി അപ്ഡേറ്റുകൾ വരാറുണ്ട് അല്ലെ. അപ്പൊ വരുന്ന അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് ഓൺ ദി സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് എത്തിച്ചേരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഓൺ ദി സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് ഓരോ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഞാൻ കൃത്യമായിട്ട് എത്തിച്ചേരും. മാത്രമല്ല ഇന്ന് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റിനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ വളരെ ഉപയോഗമുള്ള ഒരു അപ്ഡേറ്റ് ആണ്. പക്ഷേ നമ്മൾ പലരും ഈ കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ നോക്കി നോക്കുക, നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിലും ഞാൻ അതുപോലെ തന്നെ ഐഫോണിലും ഞാൻ കാണിച്ചത്. അപ്പൊ നിങ്ങൾ നോക്കി നോക്കുക നിങ്ങളുടെ ഫോണിൽ ഇത് വന്നിട്ടുണ്ടോ എന്നുള്ളത്. വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. നമ്മുടെ വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതിനായി നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വാട്സപ്പ് ഉപയോഗിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഒന്നരാടം ദിവസങ്ങളൊന്ന് വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യുക. അതിനായി പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് സെർച്ച് ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇവിടെ ഓപ്പൺ ആണ് കാണിക്കുന്നെങ്കിൽ നമുക്കറിയാം അപ്ഡേറ്റ്സ് ഒന്നും ഇല്ല. അല്ലെങ്കിൽ ഇവിടെ അപ്ഡേറ്റ് എന്ന് കാണിക്കും. ഇവിടെ നമുക്ക് ഓപ്പൺ ആണ് കാണിക്കുന്നത് അല്ലെ. അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓപ്പൺ കൊടുക്കുക. ഇവിടെ ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു അപ്ഡേറ്റ് ആണ് വന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കാണാം മെറ്റ ഐന്റെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അല്ലെ. നമുക്ക് ഇവിടെ റിംഗ് കാണിക്കുന്നുണ്ട് അല്ലെ, ബ്ലൂ റിംഗ്. അപ്പൊ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെറ്റ ഐയിലേക്ക് കയറിയിട്ട് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മെറ്റ ഐ വെച്ച് ചെയ്യാൻ പറ്റും. ഇതിനെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന 3 ഡോട്ട്സ് ഉണ്ടല്ലോ, ആ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. എന്താണ് പുതിയ അപ്ഡേറ്റ് എന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ഞാനിവിടെ ആൻഡ്രോയിഡ് ആണ് എന്റെ ഫോൺ എടുത്തിരിക്കുന്നത്. രണ്ടിലും കാണിച്ചു തരാം, ആൻഡ്രോയിഡിലും കാണിച്ചു തരാം, അതുപോലെ തന്നെ ഐഫോണിലും. ഇവിടെ ആൻഡ്രോയിഡിൽ വന്നിട്ടുണ്ടോ നോക്കുക. നിങ്ങളുടെ ഫോണിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. ഇവിടെ ആപ്സ് ഫ്രം മെറ്റ കാണിക്കുന്നുണ്ട്. അതിൽ നമുക്ക് 3 എണ്ണമാണ് ഇതിൽ കാണിക്കുന്നത്. ഒന്ന് നമുക്ക് ഇൻസ്റ്റാഗ്രാം വന്നിട്ടുണ്ട്, ഒന്ന് ഫേസ്ബുക്ക് വന്നിട്ടുണ്ട്, പിന്നെ ഒന്ന് ത്രെഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഈ 3 എണ്ണം മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷെ ഒരു പുതിയൊരു അപ്ഡേറ്റ് കൂടി വന്നിട്ടുണ്ട്. അത് ഞാൻ ഐഫോണിൽ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ആൻഡ്രോയിഡ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് അറിയിക്കാൻ മറക്കരുത്. ഇവിടെ ഞാൻ ഐഫോൺ എടുത്തിട്ടുണ്ട്. ഐഫോണിൽ ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വാട്സപ്പ് എടുത്തു. ഇതിന്റെ സെറ്റിംഗ്സ് ഇവിടെ ഏറ്റവും താഴെയാണ് കാണിക്കുന്നത്. ആ സെറ്റിംഗ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ല ഇവിടെ 4 എണ്ണം കാണിക്കുന്നുണ്ട്. മെറ്റയുടെ വരുന്ന 4 എണ്ണമാണ്. ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ത്രെഡ്സ് ഉണ്ട്. ഇവിടെ നമുക്ക് മെറ്റ ഐയുടെ അപ്ലിക്കേഷൻ കൂടി നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ നമുക്ക് മെറ്റ ഐന്റെ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നേരിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല കാര്യങ്ങളും നമുക്ക് അതുവഴി ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവരും നിങ്ങളുടെ ഫോണിൽ ഈ മെറ്റ ഐയുടെ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. ഉണ്ടെങ്കിൽ അതൊന്ന് ചെയ്യുക, കമന്റ് അറിയിക്കാനും മറക്കരുത്.